ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു നൈക്ക ടി വി. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉണ്ണി. ഇന്ന് ഞാൻ നൈക്ക ടി വി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പോൾ വെഡ്ഡിങ് സീസണൊക്കെ വരാല്ലേ, നിങ്ങളിൽ കുറേ ബ്രൈഡ്സ് എങ്ങനെയാണ് സെൽഫായിട്ട് ബ്രൈഡൽ ലുക്ക് ചെയ്യാന്നുള്ളത് നോക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രൈഡ്സിൻ്റെ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് ഉണ്ട്. നൈക്ക വാലി ഷാദി ഈസ് ഇൻ ടൗൺ ബിഗ്ഗസ്റ്റ് ബ്യൂട്ടി ഫെസ്റ്റിവൽ ആണ്. ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സിന് നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. സോ ദിസ് വെഡ്ഡിങ് സീസൺ ഗ്ലോ വിത്ത് നൈക്ക ഫോർ യുവർ വെഡ്ഡിങ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. എൻ്റെ ഹെയർ ഇച്ചിരി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹെയർ ആദ്യമേ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വരാം. ഇന്ന് ഞാൻ തന്നെ ചെയ്തുകൊണ്ട് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എൻ്റെ ഹെയർ സ്റ്റൈലിൽ. പ്ലീസ് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുല്ലപ്പൊക്കെ വെച്ചൊരു സിമ്പിളായിട്ടുള്ള ബ്രൈഡൽ ഹെയർ സ്റ്റൈലാണ് കേട്ടോ കൊടുത്തത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു എൽഫിൻ്റെ കൺസീലർ എടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഐ ഷാഡോ ബേസ് ആയിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈമർ കൊടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട്. ഇത് നല്ല ഐബ്രോ പെൻസിലാട്ടോ. നല്ല പാക്കേജിങ് അടിപൊളിയാണ്, അതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്, അഫോർഡബിൾ റേറ്റും ആണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ ഹൈ പോയിന്റ്സ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ കോംപ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഐ ഷാഡോക്ക് വേണ്ടിയിട്ട് ഈ ഒരു Forever 52 എന്നുള്ള ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ ആ കാണുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ക്രീസ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ രണ്ട് ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്തിട്ട് എൻ്റെ ക്രീസ് ലൈൻ ഒന്നും കൂടി ഞാൻ ഡീപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇച്ചിരി ഒരു പിങ്ക് ടച്ചുള്ള ഈ ഒരു കളർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഔട്ടർ കോർണർ ഞാൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രീസ് കട്ട് ചെയ്യേണ്ടത്. ആക്ച്വലി ക്രീസ് കട്ട് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് എന്തിനാ വെച്ചാൽ ഞാൻ ഗ്ലിറ്ററാണ് കേട്ടോ, ഈ ഒരു ഗ്ലിറ്ററാണ് കൊടുക്കണേ. ആ ഗ്ലിറ്റർ ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നല്ലോണം ഞാൻ ആ ഒരു ഗ്ലിറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്ലിറ്ററിൻ്റെ ലൈൻ കാണാതിരിക്കാൻ അതൊന്ന് ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത അതേ ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡിഫ്യൂസ് ചെയ്യാം. ഇനി നമുക്ക് മസ്കാര ഇടാം. ഞാൻ ഈ ഒരു മെയ്ബിലിൻ്റെ സ്കൈ ലൈൻ മസ്കാരയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നല്ല വോളിയം തരും, ലെങ്തൻ തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മസ്കാരയാണ്. അപ്പോൾ അതിൻ്റെ ലാഷസ് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ലാഷസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഐ ലാഷിൻ്റെ മേലെ. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു വോളിയമസ് ആയിട്ടുള്ള ഒരു ലുക്ക് കുറച്ചും കൂടി ഒരു ബ്രൈഡൽ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ ഒരു മേബിലിൻ്റെ ടാറ്റു കാജൽ എടുത്തിട്ട് എൻ്റെ ആ ഒരു ലാഷ് ബാൻഡ് കാണാത്ത പോലെ ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മാക്കിൻ്റെ ഈ ഒരു ഐ ലൈനർ എടുത്തിട്ട് ഞാൻ വിങ്സ് കൊടുക്കാണ് കേട്ടോ. ഇത് ബ്രൗൺ കളറിലെ ഐ ലൈനറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യാം, ഞാൻ പക്ഷേ ബ്രൗൺ എടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ സെയിം ആ ഒരു കാജൽ എടുത്തിട്ട് എൻ്റെ വാട്ടർ ലൈനിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിഫ്യൂസ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്മജ്ഡ് ആയിട്ട് നമ്മുടെ കണ്ണ് വിടർന്ന് കിട്ടാനും നമ്മുടെ ഫേസിൽ കണ്ണ് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും. ഇനി നമുക്ക് നമ്മുടെ ഫേസ് മേക്കപ്പിലോട്ട് കിടക്കാം. നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രൈമറിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ ബാറിൻ്റെ പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യണത്. എന്നിട്ട് എൻ്റെ പോഴ്സ് ഉള്ള ഭാഗത്തും അതുപോലെ ഓയിലി ആവാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ. ഇനി ഞാനൊരു കൺസീലർ എടുത്തിട്ട് എൻ്റെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഹൈഡ് ചെയ്യാണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ ആണ് കേട്ടോ. ഇത് എൻ്റെ ഷെയ്ഡിനെക്കാട്ടിൽ ഒരു 2 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഒരു കൺസീലറാണ്, കുറച്ചൊരു വാം അണ്ടർ ടോൺ ഉള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ വേണ്ടിയിട്ട് ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എൻ്റെ കവൾ ഭാഗത്ത് അപ്ലൈ ചെയ്യണം, അതായത് ഇന്നർ പോർഷൻ ഓഫ് യുവർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് എടുക്കുക. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ എടുക്കണം. ഇനി ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എൽഫിൻ്റെ ഈ കൺസീലർ എടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മൂക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെറ്റിയുടെ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി എവിടേക്കാണോ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കേണ്ടത് ആ പോർഷനിലൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട സമയത്ത് കണ്ണിനടിയിലോട്ട് ഒരുപാട് ഇട്ടിട്ടില്ല കേട്ടോ. ഒത്തിരി ഫൗണ്ടേഷൻ നിങ്ങൾ കണ്ണിനടിയിലിട്ട് ഈ ഒരു സ്റ്റെപ്പും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് തോന്നിക്കും. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ഫൗണ്ടേഷൻ കണ്ണിൻ്റെ അടിയിൽ ഇടാണ്ട് ഈ ഒരു കൺസീലർ മാത്രം കണ്ണിനടിയിലോട്ട് ഇടുന്നതാണ്. എന്നിട്ട് ഇതേ ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്യേണ്ട. അതിന് ശേഷം ഈ ഒരു ഹുഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതായത് ബേക്ക് ചെയ്യണ പോലെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള സ്പഞ്ച് യൂസ് ചെയ്തിട്ട്. ഇനി ഞാൻ ബ്ലഷിന് വേണ്ടിയിട്ട് ഈ കെ ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ എടുക്കണേ. ഇനി നമ്മൾ വച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഒന്ന് ഞാൻ വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് എങ്ങാനും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഒരു കവറേജ് നമുക്ക് കണ്ണിനടിയിൽ കിട്ടും. ഇനി ഞാൻ ആ ഒരു ബ്ലഷ് എൻ്റെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫേസിൽ നല്ലോണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചീക്ക് ബോൺസിൽ മേളിലോട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ സെയിം ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അതിൻ്റെ മേലെ ചെയ്യുന്നുണ്ട് ഒരു സാൻഡ്വിച്ച് മെത്തേഡ് പോലെ. അപ്പോൾ നല്ലൊരു ഭംഗി വരും. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഫേസ് കോണ്ടോർ ചെയ്യാനായിട്ട് ഈ ഷുഗറിൻ്റെ ഈ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യണത്.
ചെയ്യണേ. അതിനകത്ത് നിന്ന് ആ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള കോണ്ടോർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ കവിളൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്നാച്ച്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഫേസിൽ കൊണ്ടുവരും. ഇനി അടുത്തത് നെക്സിൻ്റെ ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് എൻ്റെ മൂക്കിൻ്റെ ബ്രിഡ്ജിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ തുമ്പത്ത് അതുപോലെ എൻ്റെ ചീക്സിൻ്റെ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലിപ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ലിപ് ബാം മായ്ച്ച് കളയാണ് കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ആ ഒരു ലിപ് ബാം ഞാൻ മായ്ച്ച് കളയാണ്. ഇങ്ങനെയാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ടുള്ള ബേസ്. എനിക്ക് നല്ലോണം എൻ്റെ ബേസ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് പറയണേ. എന്നിട്ട് ഞാൻ ഈ ഒരു കെ ബ്യൂട്ടിയുടെ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് എൻ്റെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അത് യൂസ് ചെയ്ത് ലിപ് ലൈൻ ചെയ്തിട്ട് ഈ ഒരു റെനയുടെ ലിപ് ഗ്ലോസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സാരി ആയിട്ട് മാച്ച് ചെയ്ത് പോണ പോലത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക്. പിന്നെ ഞാൻ നമ്മൾ ക്രീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിനടിയിൽ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കണക്ഷൻ ഫേസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മേക്കപ്പിൻ്റെ എൻഡ് പോർഷനിലോട്ട് എത്തിയിട്ടോ. ഈ ഒരു ലുക്കാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. പിങ്ക് ലിപ്സ് ആൻഡ് ഒരു പിങ്ക് മിക്സ് ചെയ്തിട്ടുള്ള ഐ ലുക്ക് കൊടുത്തിട്ട് ബ്രൈഡൽസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. ഭയങ്കര സട്ടിൽഡ് ആയിട്ടുള്ള രസമായിട്ടുള്ള ഒരു ലുക്കാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ പൊട്ടില്ലാതെ എങ്ങനെയായാലും ഒരു ബ്രൈഡൽ ലുക്ക് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഞാൻ അതേ പൊട്ടൊരെണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ ഒരു മേക്കപ്പിന് മാച്ച് ആയിട്ടുള്ള പൊട്ടല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു കുട്ടി ഹാക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ ഞാൻ ഇതിലോട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫുൾ ലുക്കുമായിട്ട് കറക്റ്റായിട്ട് വരുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ അതിവിദഗ്ധമായിട്ട് ഇതിനകത്ത് ലിപ്സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ കളർ ഇത് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടോ ഒന്ന്. അടിപൊളിയല്ലേ? ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ? നല്ല മാച്ചിങ് കളർ ലിപ്സ്റ്റിക്ക് പോലെ തന്നെ മാച്ചിങ് ആയി വന്നിട്ടില്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രൈഡൽ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ഞാനിന്ന് ക്രിയേറ്റ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എൻ്റെ ബ്രൈഡൽ കംപ്ലീറ്റ് ഔട്ട്പുട്ട് കാണണ്ടേ, എങ്ങനെയാണ് എൻ്റെ സാരി അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്, അത് കാണാൻ വേണ്ടിയിട്ട് നൈക്ക ഫാഷൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തിട്ടുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ലുക്ക് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എനിക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. പിന്നെ ഈ ഒരു നൈക്ക ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മൈ നൈക്ക ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് സാരിയും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് ഒരു കല്യാണ പെണ്ണായിട്ട് വരാം. അപ്പോൾ നിങ്ങളത് കാണാനായിട്ട് മറക്കരുത്. നൈക്ക ഫാഷൻ്റെ യൂട്യൂബ് ചാനലിലുണ്ടാവും. ഓക്കെ, ബൈ. Download the Nykaa app to shop for all the products in this video and lots more.